RDXലേക്ക് വീണ്ടും സ്വാഗതം. അടുത്ത വിഷയത്തിലേക്ക്. ദേശീയ താൽപര്യം കണക്കിലെടുത്ത് ജനസംഖ്യാ നിയന്ത്രണ നടപടികൾ അനുസരണയോടെ നടപ്പാക്കിയതിന് ദക്ഷിണേന്ത്യ ശിക്ഷിക്കപ്പെടുന്നു. ഡെമോക്രസിന്റെ വാൾ പോലെ മണ്ഡല പുനർനിർണയം ദക്ഷിണേന്ത്യക്ക് മേൽ തൂങ്ങിയാടുന്നു. ഈ മുദ്രാവാക്യമുയർത്തി ലോക്സഭാ മണ്ഡല പുനർനിർണയ വിഷയത്തിൽ DMK തുടങ്ങിയ പ്രതിഷേധം ദക്ഷിണേന്ത്യയിൽ ആകെ ഏറ്റെടുക്കുകയാണ്. ഈ മാസം 22-ന് ചെന്നൈയിൽ സ്റ്റാലിൻ നയിക്കുന്ന പ്രതിഷേധ യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പങ്കാളിയാകും. DMKയും ഇടത് പാർട്ടികളും വിമർശനം ഉയർത്തിയതോടെ ഒടുവിൽ കോൺഗ്രസും മൗനം വെടിഞ്ഞിരിക്കുകയാണ്. കാണാം 59 സെക്കൻഡിൽ റിപ്പോർട്ട്. മണ്ഡല പുനർനിർണയ വിഷയത്തിൽ ദേശീയതലത്തിൽ കോൺഗ്രസ് നിലപാട് പറയുന്നില്ലെന്ന വിമർശനം DMKയും ഇടതു പാർട്ടികളും ശക്തമാക്കിയതിന് പിന്നാലെയാണ് കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പ്രതികരണം. ജനസംഖ്യ അനുസരിച്ച് മണ്ഡല പുനർനിർണയം നടപ്പാക്കിയാൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കുറയും. ജനങ്ങൾ ഇതിനെതിരെ ഒന്നിക്കണമെന്ന് ഖർഗെ ആവശ്യപ്പെട്ടു. ബീഹാറിൽ ഈ വർഷം തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ദക്ഷിണേന്ത്യക്കൊപ്പം നിന്നാൽ ഉത്തരേന്ത്യൻ വിരുദ്ധരായി ചിത്രീകരിക്കപ്പെടുമോ എന്ന ഭയം കോൺഗ്രസിനുണ്ടെന്ന് റിപ്പോർട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരെ ഈ മാസം 22-ന് ചെന്നൈയിൽ നടക്കുന്ന പ്രതിഷേധത്തിൽ കർണാടക, തെലങ്കാന മുഖ്യമന്ത്രിമാർ പങ്കെടുക്കുമോ എന്നതിൽ ഹൈക്കമാൻഡ് തീരുമാനം അറിയിച്ചിട്ടില്ല. കേരളത്തിൽ നിന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിഷേധ യോഗത്തിന്റെ ഭാഗമാകും. കേന്ദ്രം അഭിപ്രായ സമന്വയത്തിലൂടെ മാത്രമേ അന്തിമ തീരുമാനം എടുക്കാവൂ എന്നാണ് വിഷയത്തിൽ CPIM നിലപാട്. മണ്ഡല പുനർനിർണയ വിഷയത്തിൽ പാർലമെന്റിൽ പ്രതിപക്ഷം പ്രതിഷേധം ഉന്നയിക്കുമ്പോഴും കോൺഗ്രസ് ഇതിന്റെ നേതൃനിരയിലേക്ക് എത്തുന്നില്ല എന്ന വിമർശനം ഇതിനിടെ ഉയർന്നിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം. നമുക്ക് വിശദമായി പരിശോധിക്കാം എന്താണ് മണ്ഡല പുനർനിർണയ പ്രക്രിയ എന്ന്. ഡീലിമിറ്റേഷൻ എന്ന് വെച്ചാൽ എന്താണ് എന്ന് തൊട്ട് ഏറ്റവും പ്രാഥമികമായ വിവരങ്ങളടക്കം നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാം. എന്താണ് മണ്ഡല പുനർനിർണയ പ്രക്രിയ? നമുക്കതറിയാം, കേട്ടാൽ തന്നെ അറിയാവുന്നതാണ്. ഭരണഘടന ഓരോ സെൻസസിന് ശേഷവും ഭരണഘടന 82-ാം അനുച്ഛേദ പ്രകാരം വ്യവസ്ഥ ചെയ്തിട്ടുള്ളതാണ്. സുപ്രീം കോടതി വിരമിച്ച ജഡ്ജിയായിരിക്കും തലവൻ എന്ന് നമുക്കറിയാം. ഓരോ സെൻസസിന് ശേഷവും ലോക്സഭാ മണ്ഡല പുനർനിർണയം നടപ്പാക്കണം എന്നാണ് അതിൻ്റെ പ്രാഥമികമായ കാര്യം. മണ്ഡല പുനർനിർണയ കമ്മീഷനെ നിയമിക്കണം എന്നാണ് വ്യവസ്ഥ. സുപ്രീം കോടതിയിൽ നിന്ന് വിരമിച്ച ജഡ്ജിയായിരിക്കും തലവൻ. രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും പൊതുജനങ്ങളിൽ നിന്നും അഭിപ്രായം തേടും. ഇങ്ങനെ പല കാര്യങ്ങളിലൂടെയാണ് പോവുക. ഗസറ്റ് വിജ്ഞാപനത്തോടെ അടുത്ത തെരഞ്ഞെടുപ്പ് മുതലാണ് പ്രാബല്യത്തിൽ വരിക. ഈ ലോക്സഭാ മണ്ഡലം പുനർനിർണ്ണയിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന പോയിന്റ് ഓർമ്മയിൽ വെക്കണം. ദക്ഷിണേന്ത്യൻ ആശങ്ക എന്താണ് എന്നതാണ്. അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത്. സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഇപ്പോൾ വലിയ സമരത്തിലേക്ക് പോകുന്നത്. എന്താ നമ്മുടെ ആശങ്ക? പുനർനിർണ്ണയം സെൻസസ് കണക്കുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. കോവിഡ് കാലത്ത് സെൻസസ് നടന്നില്ല, പുതുക്കിയ ജനസംഖ്യാ കണക്കില്ല. അതുകൊണ്ടാണ് ഒരല്പം നീണ്ടുനിന്നത്. ഇനിയിപ്പോൾ സെൻസസ് നടക്കും ഈ വർഷം തന്നെ, 2026-ൽ. ജനസംഖ്യ നിയന്ത്രിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് തിരിച്ചടിയാകും എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ജനസംഖ്യ നിയന്ത്രിച്ച് നിർത്തണമെന്നതൊരു വികസിത രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യമാകണമെന്നത് കണ്ട് അങ്ങനെ ജനസംഖ്യാ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ പോയതോടെ സീറ്റിൻ്റെ എണ്ണം കുറയുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. 540 സീറ്റ് എന്നത് സീലിംഗായി കണക്കാക്കിയാലും നമുക്ക് തിരിച്ചടിയാണ്. അതായത് 543 എന്ന സീറ്റ് തന്നെ ലോക്സഭയ്ക്കകത്ത് നിൽക്കട്ടെ എന്ന് തീരുമാനിച്ചാലും നമുക്ക് തിരിച്ചടി വരും. ദക്ഷിണേന്ത്യക്കാണ് ആ തിരിച്ചടി വരിക. പ്രതിഷേധം ഉയരുന്നത് ഈ അനീതിക്കെതിരെയാണ്. എങ്ങനെ ഈ സീറ്റെണ്ണം കൂട്ടിയാലും സീറ്റെണ്ണം ഇപ്പോഴത്തേതുപോലെ നിർത്തിയാലും ദക്ഷിണേന്ത്യയിലെ കേരളമടക്കമുള്ള തമിഴ്നാടടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകും എന്നാണ് ഇതിൻ്റെ പ്രാഥമികമായ പ്രശ്നം. ഈ അനീതിക്കെതിരെയാണ് പ്രതിഷേധം ഉയരുന്നത്. എന്താണ് നമ്മുടെ ആശങ്ക? എന്താണ് സീറ്റെണ്ണം കുറയുന്നത് എങ്ങനെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. സീറ്റെണ്ണം എങ്ങനെയാണ് കുറയുക എന്ന്. വലിയ തോതിലാണ് സീറ്റെണ്ണം കുറയുക. ദക്ഷിണേന്ത്യയിലെ മൊത്തം സീറ്റ് 129-ൽ നിന്ന് 103-ലേക്കാണ് കുറയുക. 543 ആകെ സീറ്റ് എങ്കിൽ 103-ലേക്ക് കുറയും. ഇപ്പോൾ 129 ദക്ഷിണേന്ത്യയിലെ മൊത്തം സീറ്റ്. 23.76% നിന്ന് പ്രാതിനിധ്യം 14.53-ലേക്ക് താഴും എന്നതുകൂടെ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ജനസംഖ്യ നിയന്ത്രിക്കാത്ത ഉത്തരേന്ത്യയിൽ മണ്ഡലങ്ങൾ കൂടുകയാണ് ചെയ്യുക. എന്ന് വെച്ചാൽ അവിടെ ജനസംഖ്യാ നിയന്ത്രണം കേരളത്തിലും തമിഴ്നാടും അടക്കമുള്ള സ്ഥലങ്ങളിൽ നടന്നതുപോലെ ശാസ്ത്രീയമായിട്ടും കൃത്യമായിട്ടും നടന്നിട്ടില്ല. ഒരുപാട് ആളുകൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ മണ്ഡലങ്ങൾ കൂടും. അവർക്കത് ഗുണകരമായിട്ട് വന്നു. അതാണ് ദക്ഷിണേന്ത്യക്ക് മണ്ഡല പുനർനിർണയത്തിൽ വലിയ നഷ്ടമുണ്ടാകും. എന്ന് വെച്ചാൽ കാര്യങ്ങൾ സിസ്റ്റമാറ്റിക്കായിട്ട് നടത്തിയ കേരളം, തമിഴ്നാട് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ദോഷമുണ്ടാകുന്നു. കാര്യങ്ങൾ ഒട്ടും അയഞ്ഞ രീതിയിൽ നടത്തിയ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നോക്കൂ എങ്ങനെയാണത് വർദ്ധിക്കുന്നത്. ഉത്തർപ്രദേശിൽ 80-ൽ നിന്ന് 91 സീറ്റായിട്ട് കൂടും. ജനസംഖ്യ നമ്മൾ പരിശോധിച്ചിട്ട് അതിനനുസരിച്ചാണ്, സെൻസസിനനുസരിച്ച് സീറ്റെണ്ണം കൂട്ടുകയാണെങ്കിൽ 543 എന്ന സീറ്റെണ്ണത്തിൽ തന്നെ ടോട്ടൽ നിൽക്കുകയാണെങ്കിൽ 80-ൽ നിന്ന് 91 സീറ്റായിട്ട് 11 സീറ്റ് ഉത്തർപ്രദേശിൽ ലോക്സഭാ സീറ്റ് കൂടും. ബീഹാർ 40-ൽ നിന്ന് 50 സീറ്റാകും. എന്ന് വെച്ചാൽ 10 സീറ്റ് ബീഹാറിന് ലോക്സഭാ സീറ്റുകൾ കൂടുതൽ കിട്ടും. 10 MP-മാർ അവിടെ കൂടുതലുണ്ടാകും. അതാണ് അതിൻ്റെ കാര്യം. 10 MP-മാർ ആ സംസ്ഥാനത്തിന് വേണ്ടി പാർലമെൻറ്റിൽ വാദിക്കാനായിട്ട് 10 MP-മാർ ലോക്സഭയിൽ ഉണ്ടാകും കൂടുതൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജസ്ഥാനിൽ 25 ഇപ്പോൾ 31 MP-മാരുണ്ടാവും. അവർക്ക്
പാർലമെൻറ്റിൽ ലോക്സഭയിൽ. മധ്യപ്രദേശിൽ ഇപ്പോൾ 29 എം പിമാരുള്ളിടത്ത് 33 എം പിമാരുണ്ടാകും മധ്യപ്രദേശുകാരായിട്ട് ലോക്സഭയിൽ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളതാണ് കാണേണ്ടത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയ നേട്ടമാണ്. നമുക്കറിയാം അവിടെ നിന്ന് ഹിന്ദി ബെൽറ്റ് അടക്കമുള്ള ഇടങ്ങളിൽ നിന്ന് എം പിമാർ കൂടുതൽ നേതാക്കൾ ലോക്സഭയിലേക്ക് പോവുകയും അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ശബ്ദമുയർത്തുകയും ചെയ്യും. എന്നാൽ നമുക്കെന്താണ് ഉണ്ടാവുക എന്നാണ് അടുത്തായിട്ട് നോക്കേണ്ടത്. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് എന്താണ് സംഭവിക്കുക എന്ന് നോക്കൂ. 26 സീറ്റ് കുറയും നമുക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക്. എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ നിന്ന് ഇപ്പോൾ 39 എം പിമാർ അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. അത് 31 കുറയും. 8 എം പിമാർ 8 ലോക്സഭാ മണ്ഡലങ്ങൾ ഇല്ലാതാകും, കുറയും. ആന്ധ്ര, തെലങ്കാന 42 നിന്ന് 34 കുറയും. നോക്കൂ, ഇപ്പോൾ തന്നെ 42 പേര് പോയിട്ട് അവിടെ ചെന്ന് ഈ അവകാശങ്ങൾക്ക് വേണ്ടി വാദിക്കാനായി സാധിക്കുന്നില്ല. അപ്പോൾ അവിടെ ഇത്രമാത്രം കുറയും. നോക്കൂ, കേരളത്തിൻ്റെ അവസ്ഥ കണ്ടോ. 20 നിന്ന് 12 പേരായിട്ടാണ് കുറയുക. 20 എം പിമാരുണ്ടായിട്ടും നമ്മുടെ സംസ്ഥാനം എത്രമാത്രം പ്രയാസം നേരിടുന്നതെന്ന് നമുക്കറിയാം. 12 പേരായിട്ട് കുറയും. കർണാടക 28 നിന്ന് 26 കുറയും. 2 ആളുകൾ കർണാടകക്കും കുറയും. ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും കുറവിൻ്റെ കാര്യത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാകുന്നത് നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്തിനാണ്. അല്ലെങ്കിൽ തന്നെയും കേന്ദ്രത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ല എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരുന്ന നമുക്ക് ആളുകളുടെ എണ്ണം കുറയുകയാണ് ചെയ്യുക. ഇനിയിപ്പോൾ ജനസംഖ്യാ പ്രകാരം സെൻസസ് പ്രകാരം 848 സീറ്റാക്കി ഉയർത്തിയാൽ, എന്ന് വെച്ചാൽ 543 അല്ല 848 സീറ്റാക്കി ഉയർത്തിയാൽ 888 ആളുകൾക്ക് ഇരിക്കാവുന്ന പാർലമെൻറ്റാണ് പുതുതായിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. 848 സീറ്റായിട്ട് ഉയർത്തിയാൽ ഉത്തർപ്രദേശിന് 80 നിന്ന് 143 സീറ്റാകും. 143 സീറ്റ് എന്ന് വെച്ചാൽ 143 എം പിമാർ ഉത്തർപ്രദേശിൽ നിന്ന് അവരുടെ ആവശ്യങ്ങൾക്കായിട്ട് ലോക്സഭയിൽ ഉണ്ടാകും. ബീഹാറിൽ 40 നിന്ന് 79 പേരുണ്ടാകും. 40 എം പിമാരുള്ളിടത്ത് അടുത്തത് ഇങ്ങനെയാണ് സംഭവിക്കുന്നതെങ്കിൽ 79 എം പിമാർ അവർക്കുണ്ടാകുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാജസ്ഥാന് 25 നിന്ന് 50 ഇരട്ടിയാണ്. അതായത് 25 എം പിമാരാണ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ 50 പേരാകും. മധ്യപ്രദേശിൽ 29 എം പിമാരാണ്, ഇപ്പോൾ 52 പേരുണ്ടാകും. ഇങ്ങനെയാണ് സംഭവങ്ങളെങ്കിൽ തമിഴ്നാട് 39 നിന്ന് 49, 10 എണ്ണം അവർക്ക് കൂടും. താരതമ്യേന വളരെ ചെറിയ വർധനയാണ് ഉണ്ടായിരിക്കുന്നത്. 10 പേര് മാത്രമാണ് അവർക്ക് വർദ്ധിക്കുന്നത്. ആന്ധ്ര, തെലങ്കാന 42 നിന്ന് 54 ആകും. താരതമ്യേന ചെറുതാണ്. മറ്റുള്ളവരുമായിട്ട് ചേർത്ത് വെച്ച് നോക്കിയാൽ കുറച്ച് ആളുകൾ മാത്രമേ കൂടുന്നുള്ളൂ. കർണാടക 28 നിന്ന് 43 ആകും. കൂടിയിട്ടുണ്ട്. പക്ഷേ കേരളം നോക്കൂ, കേരളം 20 തന്നെയായിരിക്കും. അതായത് കേരളം ഒഴികെയുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ എം പിമാർ പാർലമെൻറ്റിലും ലോക്സഭയിലും എത്തിച്ചേരുമ്പോൾ കേരളത്തിൽ ഇപ്പോഴുള്ള 20 ആളുകൾ മാത്രമേ ഉണ്ടാകൂ. നോക്കൂ നമുക്കുണ്ടാകുന്ന ദുർബലത എന്തായിരിക്കുമെന്ന്. DMK ആണ് ആദ്യം വലിയ ശക്തമായിട്ട് പ്രതിരോധമുയർത്തിയത്. പ്രതിഷേധ ശബ്ദം ആദ്യം ഉയർത്തിയ DMK ആണ്. BJPക്ക് രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കാനുള്ള നീക്കമാണെന്ന് DMK ശരിയാവണ്ണം ആദ്യഘട്ടത്തിൽ തന്നെ ചൂണ്ടിക്കാണിച്ചു. പുതിയ സെൻസസ് പ്രകാരം മണ്ഡല പുനർനിർണ്ണയം നടപ്പാക്കരുത് എന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. നടപ്പാക്കരുത്. 30 വർഷത്തേക്ക് കൂടി മണ്ഡല പുനർനിർണ്ണയം നീട്ടണം. 30 വർഷം കൂടി അങ്ങോട്ടേക്ക് തള്ളിയിട്ട് ഞങ്ങൾ ഈ പറയുന്ന ജനസംഖ്യ വർദ്ധിപ്പിച്ച് കാണിച്ചു തരാമെന്നായിരിക്കണം ഒരുപക്ഷേ ആളുകളുടെ മനസ്സിലുണ്ടാവുക. രാജ്യത്ത് അവസാനത്തെ സെൻസസ് നടന്നത് 2011 2021 കോവിഡിനെ തുടർന്ന് നീട്ടിവെക്കുകയായിരുന്നു. അതുകൊണ്ടാണ് 2026 നമ്മളതിനെ മാറ്റി വിന്യസിക്കുന്നത്. 2026 ജനസംഖ്യാ കണക്കെടുപ്പ് നടക്കാൻ കേന്ദ്രം നീക്കം തുടങ്ങിയിട്ടുണ്ട്. മണ്ഡല പുനർനിർണ്ണയം അനിവാര്യമാണ് എന്ന നിലപാട് കേന്ദ്ര സർക്കാർ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ കൈവശമുള്ള കണക്കുകൾ. നമുക്ക് മറ്റു ചില കാര്യങ്ങൾ കൂടെ നോക്കാം. ദക്ഷിണേന്ത്യയിൽ പ്രത്യുൽപാദന നിരക്ക് ഇപ്പോഴും കുറവാണ്. അതായത് ജനസംഖ്യാ നിയന്ത്രണം എന്നത് ഒരു പ്രധാനപ്പെട്ട മൂല്യമായിട്ട് നമ്മൾ പാലിച്ചു പോരുന്നത് കൊണ്ട് ദക്ഷിണേന്ത്യയിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യുൽപാദന നിരക്ക് ഇപ്പോഴും കുറവാണ്. കർണാടകയിൽ 1.70 കേരളത്തിൽ 1.80. ചില സംസ്ഥാനങ്ങളിലെ പ്രത്യുൽപാദന നിരക്ക് നോക്കൂ. തമിഴ്നാട് 1.80, തെലങ്കാന 1.82. നമ്മൾ അങ്ങോട്ടേക്ക് പോയാൽ ഉത്തരേന്ത്യയിലേക്ക് പോയാൽ നമുക്ക് കാണാം UPയും ബീഹാറും അടക്കമുള്ള നേരെ ഇരട്ടിയാണ്. കണ്ടോ, ബീഹാറിൽ 3% പ്രത്യുൽപാദന നിരക്ക്, ഉത്തർപ്രദേശിൽ 2.35. കേരളം, തമിഴ്നാട്, തെലങ്കാനയൊക്കെ 1 ഇവിടെ പക്ഷേ 2. മധ്യപ്രദേശിൽ 2 പോയിൻറ്റ്, രാജസ്ഥാനിൽ 2%. ഇങ്ങനെയാണ് പ്രത്യുൽപാദന നിരക്ക്. പുതിയ കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നതിൻ്റെ നിരക്കാണ് ഈ പറയുന്നത്. അതുകൊണ്ട് ആളുകൾ ജനസംഖ്യ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഇപ്പോഴും അവിടെ. ദക്ഷിണേന്ത്യയിലെ സീറ്റുകൾ കുറയില്ല എന്ന് അമിത്ഷാ പറഞ്ഞിട്ടുണ്ട്. ജനസംഖ്യ കൂടുതലുള്ള ഇടങ്ങളിൽ സീറ്റ് കൂടില്ല എന്ന് പക്ഷേ പ്രഖ്യാപനമില്ല. അതായത് നിങ്ങളുടെ സീറ്റ് കുറയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ മറ്റുള്ളിടങ്ങളിൽ സീറ്റ് കൂടുകയില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. 1952, 62, 72, 2002 വർഷങ്ങളിലാണ് മണ്ഡല പുനർനിർണ്ണയം നടത്തിയത്. 543 സീറ്റുകൾ നിശ്ചയിച്ചത് 1971 സെൻസസ് പ്രകാരമാണ്. 71 സെൻസസ് പ്രകാരമുള്ള സീറ്റ് എണ്ണമാണ് ഇപ്പോഴും ഉള്ളത് എന്നത് ഇത് പുനർനിർണ്ണയിക്കണമെന്ന വാദത്തിന് ബലം നൽകുന്നതായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. 42ാം ഭരണഘടനാ ഭേദഗതി മണ്ഡല പുനർനിർണ്ണയം 2001 വരെ മരവിപ്പിക്കുകയായിരുന്നു. ജനസംഖ്യാ നിയന്ത്രണത്തിന് പ്രാമുഖ്യം നൽകിയായിരുന്നു നടപടി. ഇത്തരം വിശദാംശങ്ങൾ കൂടെ നമ്മുടെ കൈവശമുണ്ട്. 2001 മണ്ഡലാതിർത്തി പുനർനിർണ്ണയിച്ചെങ്കിലും എണ്ണം മാറിയില്ല. 84ാം ഭേദഗതി മണ്ഡല പുനർനിർണ്ണയം 2026 വരെ മരവിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ. ഇതെന്താണ് പരിഹാരം എന്നൊരു കാര്യം നമ്മുടെ മുന്നിലേക്ക് വന്നാൽ ജനസംഖ്യാ സ്ഥിരതാ നടപടികൾക്ക് സമയം നൽകണം. 2056 വരെ മണ്ഡല പുനർനിർണ്ണയം നീട്ടണം. അതായത് ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയത് കൊണ്ടുണ്ടായ ആളെണ്ണ കുറവ് ഒന്ന് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട്
ചേർന്ന വിധത്തിലേക്ക് ഉയർത്താനുള്ള സമയം മിനിമം ഒരു 30 വർഷം 25 വർഷമെങ്കിലും നമുക്ക് നൽകണം എന്നതാണ് ഒരു പരിഹാര മാർഗം. ജനസംഖ്യാ കണക്ക് മാത്രം നോക്കിയാവരുത് പുനർനിർണയം, വികസന സൂചികകൾ കൂടി കണക്കിലെടുക്കണം എന്നുകൂടെ ഈ ആവശ്യങ്ങളുടെ ഭാഗമായിട്ട് സ്റ്റാലിനും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളും പറയുന്നുണ്ട്. ഇത് വളരെ ഗൗരവതരമായുള്ള ഒരു വിഷയമാണ്. ഇതിൻ്റെ പ്രാഥമികമായുള്ള വിശദാംശങ്ങൾ ലഭ്യമാകാൻ ഈ ഡാറ്റ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് വരും ദിവസങ്ങളിൽ കുറെ കൂടെ ശക്തമായിട്ട് നമ്മൾ ചർച്ച ചെയ്യേണ്ടി വരുന്ന, ഇതിനകത്ത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ കോൺഗ്രസും CPM-ഉം BJP-ക്കാർ പോലും കേരളത്തിനൊപ്പം നിൽക്കേണ്ടുന്ന ഒരു വിഷയമായിട്ട് മാധ്യമങ്ങൾ നിശ്ചയമായിട്ടും സംശയമില്ല. അതായത് ഇതിനകത്തൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഇത് ഉന്നമിടുന്നത് രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ്. ഈ ഘട്ടത്തിൽ വളരെ പെട്ടെന്ന് നടപ്പാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിലേക്ക് കിടക്കുന്നത്. കാരണം നമുക്കറിയാം 51-ലും 61-ലും 71-ലും ഈ സീറ്റ് പുനർനിർണയം നടന്നിട്ടുണ്ട്. ആ ഘട്ടത്തിലൊക്കെ ഏതാണ്ട് സമാനമായ സാഹചര്യം രാജ്യത്ത് മൊത്തത്തിൽ നിലനിന്നിരുന്നു. അന്നത്തെ കേരളത്തിൻ്റെ ഒരു സ്ഥിതി പരിശോധിച്ചാൽ കേരളം അന്നൊക്കെ ഇന്ത്യയിലെ 1971-ലെ കാര്യമാണ്. ഇന്ത്യയിലെ ഏറ്റവും ദാരിദ്ര്യം പിടിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളമുണ്ട്, തമിഴ്നാടുണ്ട് ദാരിദ്ര്യം പിടിച്ച സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. ആ ജനസംഖ്യാ വർധനവിൽ കേരളവും പങ്കാളിയായിരുന്നു. കാരണം 2 കോടി ജനസംഖ്യയുള്ള കേരളമാണ് അങ്ങനെ വളർന്ന് അതായത് അതിനേക്കാൾ തീരെ കുറഞ്ഞ ജനസംഖ്യ ഉണ്ടായിരുന്ന കേരളം 2 കോടിയിലേക്ക് എത്തുന്നു. ഇപ്പം ഏതാണ്ട് 3-3.25 കോടിയിലേക്ക് വളർന്നിരിക്കുന്നു. എന്തായാലും ജനസംഖ്യാ വർധന ആ നിലയ്ക്ക് ഇവിടെയും സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ 71-ന് ശേഷം ഈ വലിയ ജനസംഖ്യാ വർധനവിനെ നിയന്ത്രിക്കാൻ വേണ്ടി കുടുംബാസൂത്രണ പദ്ധതികളൊക്കെ കൊണ്ടുവരുന്നു, ജനസംഖ്യാ നിയന്ത്രണം കൊണ്ടുവരുന്നു, നാം 2 നമുക്ക് 2 എന്ന് പ്രഖ്യാപിക്കുന്നു, നാം 2 നമുക്ക് 2 എന്ന് രാജ്യം മുഴുവൻ നടപ്പാക്കിയപ്പോൾ കേരളവും തമിഴ്നാടും ഒക്കെ നാം 1 നമുക്ക് 1 എന്നുള്ള മട്ടിലേക്ക് മാറി. അതായത് അത് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്ന എല്ലാ വാഹനങ്ങളുടെയും വേറെ എങ്ങുമില്ല, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വാഹനങ്ങളുടെ പിന്നിൽ അന്ന് ലോറികളുണ്ടല്ലോ, നാഷണൽ പെർമിറ്റ് ലോറികളുടെ എല്ലാം പിന്നിൽ എഴുതി വെച്ചിരിക്കുന്ന മുദ്രാവാക്യം ഇതാണ്. എല്ലാ വാഹനങ്ങളുടെയും പിന്നിൽ നാം 2 നമുക്ക് 2 അല്ലെങ്കിൽ നാം 1 നമുക്കൊന്ന്, ഇതൊക്കെയാണ് അന്നുണ്ടായിരുന്ന മുദ്രാവാക്യം. അത് വളരെ കൃത്യമായി പാലിച്ചു ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് കേരളവും തമിഴ്നാടും. തമിഴ്നാടാണ് ഏറ്റവും ഈ ജനനിരക്ക് കുറഞ്ഞ ഒരു സംസ്ഥാനം ഇപ്പോൾ. അപ്പോൾ ആ നിലയ്ക്ക് അത് കൃത്യമായി പാലിച്ചതിനുള്ള ശിക്ഷ അതാണ് ഇപ്പോൾ കിട്ടുന്നത്. നമ്മുടെ എല്ലാ അർത്ഥത്തിലുമുള്ള വിലപേശൽ ശേഷി, അവകാശങ്ങൾ, അധികാരങ്ങൾ അതിനെ കവർന്നെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുന്നു എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാം. നമ്മൾ ഈ പദ്ധതികളിലൂടെയെല്ലാം, കേന്ദ്രാവിഷ്കൃത പദ്ധതികളെല്ലാം വളരെ കാര്യക്ഷമമായി നടപ്പാക്കിയതിലൂടെ നമുക്ക് വേണ്ട ഫണ്ട് വിഹിതം ഓരോന്നോരോന്നായി ഘട്ടം ഘട്ടമായി വെട്ടിച്ചുരുക്കി. പക്ഷേ നമുക്ക് സംസ്ഥാനം അനുഭവിക്കുന്ന മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. സംസ്ഥാനം ഈ ജനസംഖ്യാ നിരക്ക് നിയന്ത്രിച്ച ഒപ്പം തന്നെ സംസ്ഥാനത്ത് സംഭവിച്ച മറ്റൊരു കാര്യം, ഇവിടെ നമ്മുടെ ആയുർദൈർഘ്യം കൂടി. മറ്റു സംസ്ഥാനങ്ങളുടെ പോലെയല്ല, ആയുർദൈർഘ്യം കൂടി. കേരളത്തിൽ തമിഴ്നാടും ഒക്കെ എടുത്ത് പരിശോധിച്ചാൽ കേരളം പ്രത്യേകിച്ച് ആയുർദൈർഘ്യത്തിൽ വളരെ മുന്നിലാണ്, ദേശീയ ശരാശരിയേക്കാൾ വളരെ മുന്നിലാണ്. അപ്പോൾ എന്താണ്, ഇവിടെ പ്രായമുള്ളവരെ നോക്കുക എന്നുള്ള ഒരു ബാധ്യത കൂടിയുണ്ട്. അതായത് അവരെ സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, ബാധ്യതയാണ്. അത് കേരളത്തിന് മുന്നിലുണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് വിഭിന്നമായി. അതിന് വേറെ ഫണ്ട് വേണമല്ലോ. ഇവിടെ ജനസംഖ്യാ വർധനവിനെ നിയന്ത്രിക്കാൻ വേണ്ട ഫണ്ട് അനുവദിക്കുന്നത് അവസാനിപ്പിച്ചു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട മറ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലേക്ക് വേണ്ട ഫണ്ടൊക്കെ അവസാനിപ്പിക്കുമ്പോൾ പക്ഷെ നമുക്ക് നമ്മുടെ മുതിർന്നവരെ സംരക്ഷിക്കുന്നത് അടക്കമുള്ള മറ്റു പല സാഹചര്യങ്ങളും ഇവിടെ ഉണ്ടായി. അപ്പോൾ നമുക്ക് ഈ ഫണ്ട് നിർത്തുകയല്ല വേണ്ടത്, ഇതിനെ പുനർവിന്യസിക്കുകയോ പുനഃക്രമീകരിക്കുകയായിരുന്നു വേണ്ടത്. അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഇനി രാഷ്ട്രീയമായി നോക്കിയാൽ ഇപ്പോൾ BJP-യെ സംബന്ധിച്ചിടത്തോളം ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഒപ്പം ഗുജറാത്ത് ഇതിൽ ഉൾപ്പെടുന്ന സ്റ്റേറ്റ് അല്ല, പക്ഷേ ഗുജറാത്ത് കൂടി ആ കൂട്ടത്തിൽ നമുക്ക് കൊടുത്താം, ബീഹാർ, ഇത്രയും സ്റ്റേറ്റ് ഉണ്ടെങ്കിൽ രാജ്യം ഭരിക്കാവുന്ന നിലയിലേക്ക് ഈ എണ്ണം മാറി. സനീഷ് നേരത്തെ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. അതായത് ദക്ഷിണേന്ത്യക്കാർക്കുള്ള സീറ്റ് കിട്ടും, ഉത്തരേന്ത്യയിൽക്ക് കൂടുമോ എന്നുള്ള കാര്യം പറഞ്ഞിട്ടില്ല. ദക്ഷിണേന്ത്യക്ക് കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താണ്, കുറയില്ല എന്ന് പറഞ്ഞാൽ കിട്ടും എന്നുള്ളതല്ല, കുറയില്ല എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ 838 എന്നുള്ള മറ്റേ ആ കണക്കിലേക്കാണ് ഒരുപക്ഷെ ഇവർ പോകാൻ സാധ്യത. ഇതിൽ നമുക്ക് ഇനിയിപ്പോൾ നടക്കാനിരിക്കുന്നത് 2031 ഒന്നാകുമ്പോഴേക്ക് ഇത് നടപ്പാവും എന്നുള്ള സ്ഥിതിയിലേക്കാണ്. 2026 വരെയാണ് ഫ്രീസ് ചെയ്യപ്പെട്ടിരുന്നത് ഇപ്പോഴത്തെ സ്ഥിതി. അത് വേണ്ട എന്ന് തീരുമാനിച്ചാൽ അടുത്ത നടപടിയിലേക്ക് കടന്നാൽ 2031 സ്ഥിതി മാറും. ആ കാര്യത്തിൽ കൂട്ടായി ഫെഡറലിസത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള കൂട്ടായ പോരാട്ടം തന്നെയാണ് ആ കാര്യത്തിൽ ഉണ്ടാകുന്നത്. നിലനിർത്തുക, രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങൾ ഒപ്പം തന്നെ നോക്കേണ്ടത് എന്തിനായിരുന്നു നമ്മൾ ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയെന്ന കാര്യം കൂടെ ഓർക്കണം. എന്തിനായിരുന്നു ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയത്? ഇവിടെ വിഭവങ്ങൾ നീതിയോടെ വിതരണം ചെയ്യപ്പെടുന്നു എന്ന് ഉറപ്പാക്കാനാണ്. അതായത് 100 ആളുകൾക്ക് കൊടുക്കാനുള്ള കാര്യങ്ങൾ, ഭക്ഷണവും മറ്റു വിഭവങ്ങളും 100 ആളുകൾക്ക് തന്നെ കിട്ടണം. അത് 300 ആളുകളിലേക്ക് പോയാൽ എല്ലാവർക്കും വേണ്ടത്ര കിട്ടുകയില്ല എന്ന ശുഭകരമായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലാണ് ഈ ജനസംഖ്യാ നിയന്ത്രണം എന്ന സംഗതിയിലേക്ക് രാജ്യം ആകെ തന്നെയും പോയത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് നല്ല തോതിൽ നടപ്പാക്കി തമിഴ്നാടും കേരളവും പോലുള്ള സ്ഥലങ്ങൾ. നേരത്തെ ഹർഷം പറഞ്ഞതുപോലെ ഇത് ഗുണം ചെയ്തു. നമ്മൾ ജനസംഖ്യാ നിയന്ത്രണം നടപ്പാക്കിയത് കൊണ്ട് എന്താണ്, കേരളം നോക്കൂ, ഇപ്പോൾ തമിഴ്നാട് നോക്കൂ, ആളുകൾ ദാരിദ്ര്യത്തിലല്ല ജീവിക്കുന്നത്, ആളുകൾക്ക് എല്ലാവർക്കും വിദ്യാഭ്യാസം കിട്ടുന്നുണ്ട്, ആളുകൾക്ക് അങ്ങനെയുള്ള ഏറ്റവും ദാരിദ്ര്യം ഉണ്ടായിരുന്ന സംസ്ഥാനങ്ങളിൽ നിന്ന് ഏറ്റവും കൊള്ളാവുന്ന
ഈ ഞങ്ങൾ അതിദാരിദ്ര്യം ഒഴിവാക്കാൻ പോവുകയാണെന്ന് സർക്കാർ പ്രഖ്യാപിക്കുന്നത്. തമിഴ്നാട്ടിലാണ് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഇത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഫ്രീ ആയിട്ട്. അപ്പോൾ അത്തരം സംസ്ഥാനങ്ങൾ മെച്ചപ്പെട്ടു, വിദ്യാഭ്യാസത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളാണെങ്കിലും സംസ്ഥാനങ്ങൾ മെച്ചപ്പെടുകയാണ് ഉണ്ടായത്. അങ്ങനെ മെച്ചം ഉണ്ടാക്കി അത് പൊതുവിൽ ഈ മെച്ചമുണ്ടാക്കിയ സംസ്ഥാനങ്ങളെ ഉദാഹരണമായിട്ട് എടുക്കുന്നതിന് പകരം രാഷ്ട്രീയമായിട്ട് നേട്ടം ഉണ്ടാക്കാനാണ്. ഇത് രാഷ്ട്രീയമായിട്ട് നേട്ടം ഉണ്ടാക്കാനാണ് പ്രശ്നം. അതായത് ഈ ഹിന്ദി പ്രചാരത്തെക്കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു. ഹിന്ദി ഇതുപോലെ ആ ഹിന്ദി ബെൽറ്റിലെ നൂറുകണക്കിന് സീറ്റെണ്ണം ഉയരുക, ഇതെല്ലാം ചേർന്നിട്ട് രാജ്യത്തെ ആകപ്പാടെ തന്നെയും ഈ ദക്ഷിണേന്ത്യയുടെ സവിശേഷതകളെ മൈൻഡ് ചെയ്യാതെ ഭരിക്കാൻ വേണ്ടിയുള്ള പരിപാടി കൂടിയാണ് ഇതിൻ്റെ പിന്നിൽ നടക്കുക. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് എത്ര സമരം നടത്തിയാലും ഇതവർ നടപ്പാക്കാനാണ് സാധ്യത. റൈറ്റ്. ഇനി ഒരു ചെറിയ സങ്കടകരമായ വിവരം കൂടിയുണ്ട്. എമ്പുരാനെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നാളെയോ മറ്റന്നാളോ കൊടുക്കാനേ പറ്റൂ. തൽക്കാലം സമയം അവസാനിച്ചുകൊണ്ട് ഈ വിഷയത്തോടെ നമുക്ക് അവസാനിപ്പിക്കേണ്ടി വരും. ഇത് പ്രധാനപ്പെട്ട വിഷയങ്ങളായിരുന്നു. അതെ അതെ, തീർച്ചയായും. നമുക്കിത് ആദ്യ നോട്ടത്തിൽ തന്നെ അനീതി എന്ന് മനസ്സിലാക്കാനാകുന്ന കാര്യമാണ് ഡീലിമിറ്റേഷൻ പ്രശ്നം. മണ്ഡല പുനർനിർണ്ണയ വിഷയത്തിൽ നമ്മൾ കേരളം ഒറ്റക്കെട്ടായി നിന്നില്ലെങ്കിൽ വലിയ ദോഷമാണ് ഉണ്ടാവുക എന്ന് മുന്നിലുള്ള വിവരങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ജനസംഖ്യാ നിയന്ത്രണം പോസിറ്റീവായ ഒരു കാര്യമാണ് എന്ന മൂല്യം മനസ്സിൽ വെച്ച് അതിനുവേണ്ടി വലിയ പ്രവർത്തനങ്ങളും ഉദ്ബോധനങ്ങളും നടത്തി രാജ്യത്തിനാകെ മാതൃകയാകും വിധമാണ് കേരളവും തമിഴ്നാടും ഒക്കെ നടപ്പാക്കിയത്. പക്ഷേ അതിന് നമുക്ക് തിരിച്ചു കിട്ടുന്നത് അഭിനന്ദനമോ ഉപഹാരങ്ങളോ അല്ല, ദീർഘകാലത്തേക്ക് നമ്മളെ ബാധിക്കുന്ന, നമ്മുടെ കുട്ടികളെ ബാധിക്കുന്ന വിധം രാഷ്ട്രീയാധികാരത്തിലെ കുറവാണ്. രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളെക്കാൾ നമ്മൾ കേരളം ദുർബലമാകും എന്നതാണ് ഇതിൻ്റെ ഫലമായി നമ്മൾ നേരിടാൻ പോകുന്നത്. ഈ പ്രശ്നം ന്യായമായ തോതിൽ പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ അതിശക്തമായ രാഷ്ട്രീയ സമരങ്ങളും എതിർപ്പും ഇതിനെതിരെ ഉണ്ടാകും എന്ന് RDX വിചാരിക്കുന്നു, ഉണ്ടാകണം എന്ന് RDX പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു അല്ലേ? എമ്പുരാനിലേക്ക് അടുത്ത ദിവസം പോകാം. അപ്പോൾ RDX ഇന്ന് പൂർണ്ണമാവുകയാണ്. നമസ്കാരം.